حمدا يوافي نعمه ويكافئ مزيدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا وإياهم برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد أوصيكم وإياي أولا بتقوى الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. اعلموا أمة محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉപ്പമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മപങ്ങന്മാരെ, നമ്മുടെ ഈ പഴമുള്ളൂരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തക്കതായ ചില കാരണങ്ങൾ ഉണ്ട്. സുന്നി വിശദീകരണ സമ്മേളനം മഹാന്മാരായ പ്രവാചകന്മാർ വളരെയധികം അധ്വാനിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നത്. മഹാന്മാരായ സ്വഹാബത്ത്, താബിഉകൾ, താബിഉകൾ തുടങ്ങി ആ വിശുദ്ധ ഇസ്ലാമിനെ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് യഥാവിധി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാരായ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിൽ ചില അപശബ്ദമുണ്ടാകുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വീതി വിട്ട് ചില അപശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരിൽ പ്രതികരിക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ഈ അടുത്ത് നമ്മുടെ പയമള്ളൂർ സിറ്റിയിൽ വെച്ച് ഒരു ആശയ വിശദീകരണ യോഗം നടക്കുകയുണ്ടായി. MSMന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ആ പരിപാടി, അതിൽ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് അരങ്ങേറിയത്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ. നമ്മളാരും തന്നെ ഇവിടെ ഫിത്നയുണ്ടാക്കാൻ വന്നവരല്ല. സ്വാഭാവികമായും നമ്മുടെ സഹോദരന്മാർ ചോദിച്ചേക്കാം, എന്തിനാണ് പഴമള്ളൂരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? അങ്ങനെ ഫിത്ന ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പോകണ മാതിരി പോയാ പോരെ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതവരുടെ ധാരണ പിശക് കൊണ്ട്, അജ്ഞത കൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ ചില ധാരണകൾ, ആ ധാരണ പിശകിന് നമ്മൾ അറുതി കാണാതെ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ നിന്ന് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അതിന്റെ ചിത്രം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ
ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. നമ്മളെ മുറിവിൽ കുത്തി നോവിപ്പിക്കുകയാണ് ചെയ്തത്. മുജാഹിദ് വർഗത്തിന്റെ ഒരുപാട് മൗലവിമാരുണ്ടെങ്കിലും ഈ പഴമള്ളൂരിൽ അവർ കൊണ്ടുവന്നത് നമ്മുടെ ഈ പഴമള്ളൂരിൽ നിന്ന് ഉപ്പും ചോറും തിന്ന് വളർന്ന കട്ടിലശ്ശേരി ഉമർ മുസ്ലിയാരുടെ വിദ്യാർത്ഥിയായി ഇവിടെ സഞ്ചാനോദി തഞ്ചാരം പിടിച്ചു പോയ ഒരു സഹോദരനാണ് നമ്മളെ മുറിവിൽ കുത്തി നോവിപ്പിച്ചത്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഇതൊരു മറുപടി പ്രസംഗമല്ല, മറുപടിയുടെ ആവശ്യവും ഇല്ല. എങ്കിലും ചില ആശയക്കുഴപ്പമുണ്ടായതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം ഈ കേരളക്കരയിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് തുടർന്നു വന്നു. അങ്ങനെ 921 അതിന്റെ ശേഷമാണ് കേരളക്കരയിൽ ഇങ്ങനെ ഒരു അപശബ്ദം ഉടലെടുത്തത്. എന്നാൽ അതിനെതിരിൽ അന്നുണ്ടായിരുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉണർന്ന് പ്രവർത്തിച്ചു. അതിന്റെ തൽഫലമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമായത്. എന്നാൽ ആ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആലിമീങ്ങൾ, സമസ്തയുടെ പണ്ഡിതന്മാർ വളരെ കണിശമായിട്ടായിരുന്നു ഈ പുത്തനാശയക്കാരോട് നേരിട്ടിരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാണ്. നമുക്കറിയാം 953 കാര്യവട്ടത്ത് വെച്ച് ഒരു സുന്നി സമ്മേളനമുണ്ടായി. ആ സുന്നി സമ്മേളനത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും ഈ പുത്തനാശയക്കാരുമായി എങ്ങനെ വർത്തിക്കണം, എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം ആവശ്യമാണ് എന്നവരാ യോഗത്തിൽ, സമ്മേളനത്തിൽ ഉന്നയിക്കുകയും അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖരായ പണ്ഡിതന്മാരെ പെരിന്തൽമണ്ണയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ 27/4/953 പെരിന്തൽമണ്ണയിൽ വെച്ച് പണ്ഡിതന്മാരുടെ ഒരു സമ്മേളനം നടന്നു. പ്രമുഖരായിരിക്കുന്ന പണ്ഡിതന്മാരെ ആ സമ്മേളനത്തിലേക്ക് വിളിച്ചു വരുത്തി, അവരോട് കാര്യങ്ങൾ ആരായാൻ വേണ്ടി. 8ഓളം പണ്ഡിതന്മാര് ചില തീരുമാനങ്ങൾ അവിടെ കൈക്കൊണ്ടു. ആരായിരുന്നു ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ? ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പര്യാപ്തനായ കഴിവുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർകളും അതുപോലെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരും, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, നമ്മുടെ പ്രസിഡന്റ് യൂസുഫ് മുസ്ലിയാരുടെ ഗുരുവര്യൻ, അതുപോലെ ബഹുമാനപ്പെട്ട അമാനത്ത് കോയണ്ണി മുസ്ലിയാരുടെ പിതാവ് അമാനത്ത് കുട്ടി ഹസൻ മുസ്ലിയാർ തുടങ്ങി 8ഓളം മഹത്തുക്കളായ ആ കാലഘട്ടത്തിൽ ജീവിച്ച അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ പ്രമുഖരായ പണ്ഡിതന്മാർ പെരിന്തൽമണ്ണയിൽ കൂടി അവര് ഒരു തീരുമാനം കൈക്കൊണ്ടു. ഈ വഹാബികളുടെ മൗദൂദികളുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അവർ നോക്കി അപഗ്രഥിച്ചുകൊണ്ട് അവസാനം അവർ തീരുമാനം കൈക്കൊണ്ടു. എന്തായിരുന്നു ആ തീരുമാനം? എങ്ങനെ അവരോട് വർത്തിക്കണം, എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അവരോട് പെരുമാറണം. ആ തീരുമാനം കൈവിട്ടു പോയതാണ് ഇന്ന് നമുക്ക് പറ്റിയ അമളി. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെടുത്ത തീരുമാനങ്ങളിൽ ഒന്നാമത്തേത്, അവരുമായി
കൂട്ടുകെട്ട് പാടില്ല. അവരുമായി കൂട്ടുകെട്ട് പാടില്ല. മറ്റൊന്ന്, അവർക്ക് സലാം പറയാൻ പാടില്ല. അവർ സലാം ചൊല്ലിയാൽ അത് മടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുമായി കെട്ടുബന്ധം പാടില്ല. അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇതാരെടുത്ത തീരുമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കഴിഞ്ഞുപോയ എല്ലാവരും ആദരിക്കുന്ന മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി മഹാനവറുകൾ മുതൽക്കുള്ള പ്രമുഖരായ പണ്ഡിതന്മാരാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ ആ തീരുമാനം ഇന്ന് നമ്മൾ കാറ്റിൽ പറത്തി. ആ തീരുമാനം ഇന്ന് നമ്മൾ കാറ്റിൽ പറത്തി. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരുമായി കൂട്ടുകെട്ട് പാടില്ല. അവര് പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ ഇവിടെ വഹാബികൾ വളരൂല, മൗദൂദികൾക്ക് വളർച്ച ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ കൂട്ടുകെട്ടാണ്, അവരുമായി നമ്മൾ കൂടിക്കലരുന്നു. അപ്പൊ അവരുടെ രോഗം നമുക്ക് പകർന്നു. വിവരമുള്ളവർക്കല്ലേ പ്രതിരോധിക്കാൻ കഴിയൂ. ശരീരത്തിന് പ്രതിരോധശേഷി ഇല്ലാത്തവർക്ക് രോഗം പെട്ടെന്ന് പിടിപെടും. അപ്പൊ അവരുമായി കൂടിപ്പഴകുമ്പോ ശരിക്ക് അറിവുണ്ടാകണം. എങ്കിലും ഹിദായത്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും പോകും. ഏതായാലും അവരുമായി കൂടിപ്പഴകാൻ പാടില്ല, കൂട്ടുകെട്ട് പാടില്ല. അവരോട് സലാം പറയരുത്. അവർ സലാം പറഞ്ഞാൽ മടക്കുകയും ചെയ്യരുത്. കാരണം അത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഒരു ആത്മീയമായ ഒരു സംഭാഷണമാണ്. ഹൃദയവുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയാണ് സലാം പറയൽ. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടായിരിക്കട്ടെ. നമ്മൾ മുശ്രിക്കാണ്, കാഫിറാണ്, ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് നാം പുറത്താണ് എന്ന് പറയുന്നവർ, അവരോട് നമ്മൾ പറയാ നിങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാകട്ടെ. നമ്മളെ കൊല്ലണമെന്ന് പറയുന്നവർ, അവരോട് നമ്മൾ പറയാ അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇത് വിരോധാഭാസല്ലേ? അതുകൊണ്ട് നമ്മൾ അവരുമായി ആത്മീയ ബന്ധം പാടില്ല. അവിടെ രോഗം പടരും. അതുകൊണ്ട് അവരോട് സലാം പറയരുത്. അതുപോലെ നോക്കൂ നിങ്ങൾ, അവരുമായി വിവാഹബന്ധം പാടില്ല. ഇന്ന് നോക്കൂ, സർവ ഫിത്നകളും അതിലൂടെ ഉണ്ടാകണേ. ഈ ഒരു കണിശമായ തീരുമാനം മഹാന്മാരായ പണ്ഡിതന്മാർ 953, അതായത് 60ഓളം വർഷം മുമ്പ് ഈ കേരളക്കരയിൽ എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നമ്മൾ പിറകോട്ട് പോയി. ആ തീരുമാനത്തിൽ നമ്മൾ പുച്ഛിച്ചു തള്ളി. അതുകൊണ്ടാണ് വഹാബികൾ ഇവിടെ വളർന്നത്. അതുകൊണ്ടാണ് മൗദൂദികൾ ഇവിടെ വളർന്നത്. അതിനെ വളം വെച്ചത് നമ്മൾ തന്നെയാണ്. മുസ്ലിം നാമധാരികളായ നമ്മൾ, പണ്ഡിതന്മാരെ അവഗണിച്ച നമ്മൾ, അവരുടെ പ്രസ്താവന കാറ്റിൽ പറത്തിയ നമ്മൾ. അപ്പൊ നമ്മൾ തന്നെയാണ് അതിന് വളം വെച്ചത്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുമായി കെട്ടുബന്ധം പാടില്ല. വിവാഹാലോചന നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ടുറച്ച പെണ്ണ് ഈ ആശയക്കാരിയാണോ അല്ലേ? രോഗം പടരും, രോഗം പടരും. ഒരു വഹാബിയുടെ മകളെ, ഒരു വഹാബി ആശയമുള്ള ഒരു പെണ്ണിനെ വധുവായി സ്വീകരിച്ചാൽ ആദ്യ രാത്രി മുതൽ അവളെ ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങും. ഈ പഴമള്ളൂർ നമ്മൾ അനുഭവിക്കുന്നതല്ലേ അത്? ഇഞ്ചക്ഷൻ ചെയ്യും. അവളുടെ ഈമാനിനെ ബാധിച്ച ആ കുഷ്ഠരോഗം ഈ ഭർത്താവിനും പിടിപെടും. അത് നാം പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭർത്താവ് എയ്ഡ്സ് രോഗിയാണെങ്കിൽ ഭാര്യയ്ക്ക് ആ എയ്ഡ്സ് രോഗം HIV പകരും. അതേസമയം ആരോഗ്യമുള്ള ഭാര്യയുടെ ഈ ആരോഗ്യം പകർന്നുകൊണ്ട് HIV ബാധിതനായ ഈ ഭർത്താവിന്റെ ആ രോഗം സുഖപ്പെടുകയില്ല. അപ്പൊ രോഗമാണ് പകരുന്നത്, ആരോഗ്യം പ്രത്യക്ഷത്തിൽ പകരുന്നില്ല.
ആരോഗ്യം പകരണമെങ്കിൽ അത്രയും സുശക്തമായ ആരോഗ്യമായിരിക്കണം. അതിന് മഹത്തുക്കളായ ആളുകളുമായി പഴകുമ്പോൾ അവരിൽ നിന്നുള്ള ആരോഗ്യം നമുക്ക് പകരും. നമ്മൾ നന്നാകാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരായ നമ്മളങ്ങനെയല്ല. കാരണം നമ്മുടെ ഈമാൻ ക്ഷയിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഈമാനിന് ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ആ രോഗം ഇങ്ങോട്ട് പകരും. അങ്ങനെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ആർക്കാണോ ആത്മീയമായ രോഗമുള്ളത്, ആരുടെ ഈമാനിനാണോ കുഷ്ഠരോഗം ബാധിച്ചത്, ആ രോഗം അപരനും പകരും. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകും. ഇത് നമുക്ക് അനുഭവമാണ്, ഇല്ലേ? ഒരു വേള മകന് പെണ്ണു തെരയുമ്പോ നമ്മളത് ഗൗനിക്കാറില്ല, അത് സാരല്ല, അല്ലേ? നമ്മളെ ഈ ലാഘവത്തോടെയുള്ള നിരീക്ഷണമാണ് ആകെ തകിടമറിഞ്ഞത്. അത് തൽക്കാലം അത്ര പ്രശ്നമില്ല. വേറെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ചൊവ്വാളെ ഇതിലല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണ് പറയാ. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ? ഇവിടുന്ന് അങ്ങോട്ടല്ല, ഭാര്യ ശൂന്യാകല്ലേ ചെയ്തത്. ഭാര്യയുടെ ആശയത്തിലേക്ക് ഭർത്താവ് അങ്ങോട്ട് കൂപ്പുകുത്തുക ചെയ്തത്, അല്ലേ? ഇതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ദീർഘദൃഷ്ടിയോടുകൂടി അന്ന് ഓർമ്മപ്പെടുത്തിയത്. 60 കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുമായി വിവാഹബന്ധം പാടില്ല. നോക്കൂ നിങ്ങൾ, അവരെ വാക്ക് നമ്മളെ പുച്ഛിച്ചു തള്ളി. ഇവിടെ നമ്മള് സുന്നികളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് മെയിനായി ഇങ്ങനെ നടക്കുക. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ വിഷയം നമ്മൾ കണിശമായി എടുക്കേണ്ടതുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന പാത, അത് നാം യഥാർത്ഥ രൂപത്തിൽ പിന്തുടരേണ്ടതുണ്ട്. ആ പാതയിലൂടെ നാം ചരിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ? 60 കൊല്ലം മുമ്പ് ഈ പണ്ഡിതന്മാരെടുത്ത ഈ തീരുമാനം, സലാം പറയാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല, അവരെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല തുടങ്ങിയുള്ള ഈ തീരുമാനങ്ങൾ, ഇത് ആ പൗരാണിക വഹാബികളെ ലക്ഷ്യം വെച്ചായിരുന്നു. പൗരാണിക വഹാബികൾ, അവരെ മൗലവിമാരെ നമ്മൾ നോക്കിയാൽ താടിണ്ടാവും, തലയെക്കെട്ടുണ്ടാവും. അല്ലറ ചില്ലറ വിഷയങ്ങൾ, തവസ്സുൽ ഇസ്തിഗാസ പോലത്തെ അങ്ങനെ ചില വിഷയങ്ങളിലൊക്കെ ആയിരുന്നു. കൂടുതലൊന്നും മാലി മൗലിദൊക്കെ അവർ ചൊല്ലിയിരുന്നു. അതുപോലെ തന്നെ 921, അതുപോലെ തന്നെ 921 ശേഷം 40കൾക്കിടയിലുള്ള കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പള്ളിക്ക് പോയില്ല. അതെന്നുള്ള മൗലവിമാര് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള വഹാബികളെ ഉന്നം വെച്ചിട്ടാണ് ഇവര് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വഹാബികൾ ഈ കാലഘട്ടത്തിൽ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ ജീവിക്കുകയാണെങ്കിൽ അവരെന്ത് തീരുമാനക്കാരെടുക്കുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആധുനിക വഹാബികളോട് എന്ത് തീരുമാനമായിരിക്കും ആ പണ്ഡിതന്മാർ, കഴിഞ്ഞുപോയ അഹമ്മദ് കോയ ഷാലിയാത്തി, കുതുബി മുഹമ്മദ് മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അമാനത്ത് ഹസ്സൻകുട്ടി മുസ്ലിയാർ, താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, ഇങ്ങനത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ ഈ കുട്ടി വഹാബികളെ കൊണ്ട് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? നമ്മൾ ചിന്തിക്കുക. എങ്ങനെയായിരിക്കും അവരുടെ തീരുമാനം? നാം താരതമ്യ പഠനം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിത് ഗൗരവത്തിൽ കാണുന്നില്ല. കുറച്ച് ഊക്കും പമ്പിലൊന്ന് പറഞ്ഞാൽ മോലേരെന്തിനാ അതൊക്കെ പറയണത്? ഇല്ലാത്തത് എന്തിനാ മോലേരുണ്ടാക്കണത്? മൂലർക്ക് അവിടെ മുണ്ടാതിരുന്നാ പോരെ? അതിന് ഒരു പണ്ഡിതന് സാധ്യമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുണ്ടാതിരിക്കാൻ കഴിയൂല. വേറെന്ത് ചെയ്യുന്ന നിലക്ക് അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ പോയാൽ മതി വരുന്നവർക്ക് പിന്നെ എന്തോ ആകാം. അപ്പൊ ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ച് അതിനെതിരിൽ പ്രതികരിക്കേണ്ടി വരും.
നമ്മുടെ മഹത്തുക്കളായ ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം ഇവിടെ കേരളത്തിൽ വന്നു. സ്വഹാബത്ത് താബികൾക്ക് കൈമാറി, താബിയങ്ങൾ താബികൾക്ക് കൈമാറി. അങ്ങനെ 921 വരെ അപശബ്ദമില്ലാതെ, അഭിപ്രായ ഭിന്നതകളില്ലാതെ വിശുദ്ധ ഇസ്ലാം തുടർന്നു വന്നു. പിന്നീട് അപശബ്ദങ്ങളുണ്ടായി. നമ്മുടെ ഓരോ ആചാരങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. അതുവരെ ജീവിച്ച ആളുകള് അവര് മുശ്രിക്കുകളായി, കാഫിറുകളായി ചിത്രീകരിക്കപ്പെട്ടു. അപ്പൊ വഹാബികളുടെ ഭാഷയിൽ യാ ശൈഖ് മുഹിയുദ്ദീൻ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, മമ്പോർത്തതങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ്. അല്ലേ? അപ്പൊ നമ്മളെല്ലാരും മുശ്രിക്കാണ്, സുന്നികളൊക്കെ. ഞാൻ വളരെ ആത്മാർത്ഥമായി ബദരീങ്ങൾ അപ്പോഴും വിളിച്ച ആളാ. റസൂലുള്ളാഹി ഇപ്പൊ വന്നപ്പോഴും ഞാൻ വിളിച്ചു. അവരുടെ ഭാഷയിൽ ഞാൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകളോട് എങ്ങനെ സലാം പറയാ? ഇവരോടെങ്ങനെ കൂട്ടുകെട്ടുണ്ടാക്കുക? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയോ മഹത്തുക്കളായ ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയി. നോക്കൂ നിങ്ങൾ, 55ഓളം വർഷം നമ്മുടെ മഹലിന്റെ, പഴമള്ളൂർ മഹലിന്റെ ഖാദിയായിരുന്നു ബഹുമാനപ്പെട്ട വടക്കാങ്കര അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പ്രമുഖരായ പല ആളുകളും ഇവിടെ ഓതി പഠിച്ചിട്ടുണ്ട്. ആ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമുക്കൊരു മാർഗം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനവറുകളിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അവരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണ്, ഓലൊക്കെ നരകത്തിലാണ്. മഹാനവറുകളിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ആളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദരണീയ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ ചെറുശാല ഉസ്താദ്. അവരൊക്കെ വടക്കാങ്ങര ഉസ്താദിന്റെ കീഴിൽ ഇവിടെ ഈ പഴമള്ളൂരിൽ ഓതി പഠിച്ചവരാണ്. അങ്ങനെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു പ്രദേശമാണ് പഴമള്ളൂര്. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഇമ്പിച്ച് കോയത്തങ്ങൾ അല്ലാഹു മർഖദഹു, മഹാനവറുകൾ ഇവിടെ ഉറക്കും ഏരസും മന്ത്രമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മഹാനാണ്. രാപ്പകൽ ഭേദമന്യേ അവിടെ രോഗശമനത്തിനും മറ്റും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവരൊക്കെ ഈ മഹല്ലത്തിനെ ഭരിച്ച ആളുകളാണ്. അവരുടെ ആശയങ്ങളൊക്കെ വികലമാണ്. അവരൊക്കെ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ്. മഹാനായ ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലിന്റെ മുൻ പ്രസിഡന്റ് KVS തങ്ങൾ, ഞാനിവിടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ കമ്മിറ്റിക്കാരെയും വിളിച്ച്, അംഗങ്ങളെയും വിളിച്ച് നമ്മുടെ ജുമാഅത്ത് പള്ളിന്റെ ആ മിഹ്റാബിൽ വെച്ച് മഹാനവറുകൾ അവിടെ ഇരുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഉത്ബോധനം അതിൽ മഹാനവറുകൾ പറഞ്ഞു. എന്നോട് ലക്ഷ്യം വെച്ചാണ് പറയണത്, ഈ മഹല്ല് നീങ്ങുന്നത് കർമ്മപരമായി ഷാഫി മദ്ഹബ് പ്രകാരവും വിശ്വാസപരമായി അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ മദ്ഹബ് പ്രകാരവുമാണ്. മഹാനായ KVS തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. അപ്പൊ സുന്നത്തി ജമാഅത്തിനെതിരിൽ ഇവിടെ ചില ക്ഷുദ്രശക്തികൾ കടന്നു വന്നാൽ അത് കൂട്ടമായി പ്രതികരിക്കേണ്ട, അവരോട് പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ കെട്ടുറപ്പും നഷ്ടപ്പെടും. അവരെന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് കുഴപ്പമില്ല, അവർ വെച്ചോട്ടെ, അല്ലെങ്കിൽ ഇനി മറുപടി പരിപാടി വെക്കും, അതുകൊണ്ട് നമ്മൾ പറയണ്ട, അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ ശരിക്കും സുന്നത്തി ജമാഅത്തിന്റെ ആശയം, അതിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ്
നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ മഹല്ല് കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം. അതുകൊണ്ട് എന്റെ മാന്യ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. സൃഷ്ടികർത്താവായ റബ്ബ് പ്രവാചക ശ്രേഷ്ഠരിലൂടെ അവതരിപ്പിക്കുകയും സ്വഹാബത്തിലൂടെ വളർന്ന് പന്തലിക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അലംഘനീയവും ഭേദഗതിക്കതീതവുമായ പ്രസ്തുത നിയമങ്ങൾ അംഗീകരിച്ചു ജീവിക്കുന്നവരാണ് സുന്നികൾ. അവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അതേസമയം ഈ സുന്നത്ത് ജമാഅത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന്, പരിധിയിൽ നിന്ന് പുറത്തുപോയ ധാരാളം വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കൂടുതൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് തലവേദനയുണ്ടാക്കുന്ന, അപശബ്ദമുയർത്തുന്ന ഒരു വിഭാഗമാണ് വഹാബികൾ. ആ വഹാബികൾ അവരെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കല്ല. അവർ നമ്മൾ കേരളക്കരയിൽ കടന്നു വന്നത് 921 ശേഷമാണ്. അതോടുകൂടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുന്നതും. അപ്പൊ ഈ വിഭാഗം സുന്നികളെ കാഫറാക്കുക, നമ്മളൊക്കെ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണെന്ന് പറയാം. നോക്കൂ, നിങ്ങൾ ആരാലും ആദരിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ നമ്മൾ പാണക്കാട്ട് പോയാൽ എന്താ, അവിടെ ഉറക്കും മന്ദിരമൊക്കെ തരും, എന്തെങ്കിലും വഹിച്ച് നിർദ്ദേശിക്കും. ആ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഇവിടെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്. അവര് സൗദി അറേബ്യയിലും മറ്റും ഗൾഫിലുള്ള അറബികളെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു പ്രത്യേക ഡോക്യുമെന്റൊക്കെ ഇറക്കിയിട്ട് അതിൽ ശിഹാബ് തങ്ങൾ ഈ ഉറക്കും മറ്റൊക്കെ കൊടുക്കുന്ന ചിത്രം, ആ ഫോട്ടോ, അതുപോലെ മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ, അങ്ങനെ തുടങ്ങിയുള്ള ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ്. ശിഹാബ് തങ്ങൾ ശിർക്കിന്റെ വാഹകനാണ്, കുഫ്രിയത്തിന്റെ പ്രചാരകനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കിയിട്ട് അവിടെയുള്ള ഗൾഫിലുള്ള അറബികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാം. എന്തിനാണത്? പാവപ്പെട്ട ആർക്കെങ്കിലും വല്ല മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ധനസഹായം അത് മുടക്കാൻ വേണ്ടി. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ആത്മീയ നേതാവാണ്. ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവർകൾ ശിർക്കിന്റെ പ്രചാരകരാണ്. അവർ ഇസ്ലാമെന്ന് പുറത്താണ്. ഇസ്ലാമെന്ന് പുറത്താണെങ്കിൽ പിന്നെ നരകത്തിലാണല്ലോ. ആ ശിഹാബ് തങ്ങൾ നരകത്തിലാണെന്ന് നമ്മൾ പറയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അരുമ സന്താനം, ആ പേരക്കിടാവ്. അപ്പൊ ഇവര് ശിർക്കിന്റെ പ്രചാരകരും ഇവര് നരകത്തിലാണ്, കുഫ്രിയത്തിലാണെന്ന് പറയുമ്പോ ഇവരോട് സലാം പറയാൻ പറ്റുമോ? ഇവരോട് കൂട്ടുകെട്ടുണ്ടാക്കാൻ പറ്റുമോ? ഇവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇവരുമായി കെട്ടുബന്ധം പുലർത്താൻ പറ്റുമോ? ഇവരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇവരറുത്ത് തിന്നാൻ പറ്റുമോ? ഇവര് മരിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പാടില്ല. അപ്പൊ ശരിക്ക് ഈ വഹാബിസത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാൾ മരണപ്പെട്ടാൽ അങ്ങോട്ട് പോകരുത്. ഈ മാലത്തിലേതെങ്കിലും അറിയപ്പെട്ട ഒരു വഹാബി മരിച്ചാൽ, എനിക്ക് ഇവിടുത്തെ കാലിസ്ഥാനങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഇപ്പുറത്ത് തന്നെ പറഞ്ഞുതരാ, അങ്ങോട്ട് ഞാൻ പോവില്ല, ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല, അപ്പൊ പിടിച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. അതിപ്പോ തന്നെ പറയാം. എന്റെ കാര്യം എനിക്ക് തുറന്നു പറയാലോ. കാളി നിലക്ക് ഞാൻ പോവില്ല,
കേവലം ഞാൻ പാടത്ത് കളവറിക്കണ ഒരു കാളിയായി നിങ്ങൾ എന്നെ കാണരുത്. അപ്പൊ പോകാൻ പാടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞുകാണ്ട് പിന്നെ അയാളോടെ മരിച്ചെടുക്കുമ്പോ ഇതൊക്കെ പറഞ്ഞ ഞാൻ പോകേ. എന്നിട്ട് അയാൾക്ക് അള്ളാഹു മോഫറിൽ പറയുമ്പോ പറയും അത് ഓർക്കാൻ ഏതായാലും പോലെ അയക്കൂല. ഒരുമ ദലീലാലും പാടില്ല, രാഷ്ട്രീയം പറയാ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്ക, കമ്പോളം സംസാരിക്ക. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. കൊണ്ടുപോയിക്കാണ്ട് എന്ത് ചെയ്യുക, ആ ഡെഡ് ബോഡി ഇങ്ങനെ കുറഞ്ഞുകാണ്ട് അവിടെ കുഴിച്ചിടുക, എന്നിട്ട് വേഗം പോരാ. അപ്പൊ നമ്മൾ കണിശമായി തന്നെ അവരോട് പെരുമാറണം. അതാണ് മഹത്തുക്കളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് നമ്മൾ അവരോട് വർത്തിക്കേണ്ടത്. അല്ലാതെ സ്വാഭാവികമായും നമ്മൾ കുറച്ച് ഗൗരവത്തിൽ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്? നമ്മളല്ല കുഴപ്പമുണ്ടാക്കിയത്. ഫിത്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കൊലയേക്കാൾ ഭയങ്കരമാണ് ഫിത്ന. ഈ ഫിത്ന നമ്മൾ വിശദീകരണ സമ്മേളനം അവിടെ നടത്തിയത്. ഇവിടെ മനസ്സിൽ സംശയങ്ങൾ ഇട്ടുകൊടുത്തവരെ അത് ദൂരീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖ വിതരണം ചെയ്തു, സീഡികൾ വിതരണം ചെയ്തു, സ്വകാര്യമായി നല്ല പ്രവർത്തനം നടത്തി. അത് ക്ലച്ച് പിടിച്ചുക്കണോ നോക്കാനാണ് ഇവിടെ ഒരു പരിപാടി ഇട്ടേ. ഇവിടെ മനസ്സിലാക്കണം, അത് ഒന്നാം സ്റ്റെപ്പാ. അതിന് മുമ്പ് ഇവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടവര്, ഇത് നമ്മൾ കാണണം. അതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു ചെക്കൻ വന്ന് ഇവിടെ വല്ലതും പ്രസംഗിച്ചിട്ട് എന്തിനാ അപ്പൊ മൂലേരിത്ര ജഗപോകം ഉണ്ടാക്കണമെന്ന് തോന്നും. അപ്പൊ ശരിക്കും ഇവിടെ പ്രവർത്തനം നടത്തിയിട്ട് അത് ക്ലച്ച് പിടിച്ചുകൂടോ നോക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി അവർ സംഘടിപ്പിച്ചത്. എന്നിട്ട് ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ വഅദ് പറഞ്ഞു. അതിന്റെ മഹത്വം എല്ലാവരും പറയും പോലെ ഫളായില് പെട്ടെന്ന് പിടിച്ചേരുതല്ലോ. സാധാരണക്ക് കേട്ടാൽ എന്താ ഇപ്പൊ കുഴപ്പം മൂപ്പര് പറഞ്ഞത്? അയാൾ നല്ല വഅദ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫളായിലല്ലേ പറയണത്. പക്ഷെ എവിടേക്കാ അയാളാ കൊണ്ടുവെക്കണത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിർക്ക് എന്താ, തൗഹീദ് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോ അത് പറഞ്ഞു കുഴപ്പമില്ല. ഈ രീതിയാണ് നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏറ്റവും പേടിക്കേണ്ടവർ ആരാണ്? അവർ പരിപാടി വെച്ചോട്ടെ, അല്ലെങ്കിൽ എന്താ പോലക്ക് സലാം പറയണീന്, എന്താ ഓലമായി കെട്ടുബന്ധം പുലർത്തിയത്, അല്ലെങ്കിൽ അവരുമായ കൂട്ടുകെട്ടിൽ എന്താ പ്രശ്നം, അവരും മുസ്ലിമീങ്ങളല്ലേ എന്ന് പറയുന്ന ആളുകൾ നമ്മളിൽ വെച്ച് ഏറ്റവും പേടിക്കപ്പെടേണ്ടവരാണ്. അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അവരാണ് ഇവിടെ ദീൻ തകർക്കുന്നവര്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ദീർഘദൃഷ്ടിയോടെ 60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ ഉത്ബോധിപ്പിച്ചത്. സലാം കൂടിയും പറയാൻ പാടില്ല, ഈ നായ്ക്കുള്ള യാതൊരു ബന്ധവും പാടില്ല. അതും ഞാൻ പറഞ്ഞതൊന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാണ്, അത് പൗരാണിക വഹാബികളെ സംബന്ധിച്ചായിരുന്നു ആ പറഞ്ഞത്. എന്നാൽ ആധുനിക വഹാബികളും പൗരാണിക വഹാബികളും തമ്മിൽ അജഗജാന്തരമുണ്ട്. അപ്പൊ ഇന്നത്തെ വഹാബികളെ സംബന്ധിച്ച്, ഈ ആധുനിക കുട്ടി മുജ്തഹിദുകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒന്ന് ഖുർആൻ നോക്കിയിട്ട് എന്ത് ചെയ്യാ, പത്ത് കൊടുക്കാനാ. പാടത്ത് പണിയെടുക്കുന്ന ഒരാളും പാറ പൊട്ടിക്കണ ഒരു ആൾക്കും തണ്ടാസ് ക്ലീൻ ചെയ്യുന്ന ആൾക്കും ഖുർആൻ പരിഭാഷ ഉണ്ടെങ്കിൽ പത്ത് കൊടുക്കാം. അതാണ് വായിച്ചിട്ട് ഒരു മുജ്തഹിദാകാണ്, സ്വയം ഗവേഷണം നടത്തുകയാണ്. അനക്കെന്താ പണി? ക്ലീനിങ് ആണ്. ഞാൻ കോറിയിലാണ്, പാടത്താ പണി, ഞാൻ ബാർബറാണ്. കരിയിലൊരു ഖുർആൻ പരിഭാഷ ഉണ്ടായാൽ മതി കേട്ടോ. ആയത്തിൽ ഇങ്ങനല്ലേ പറഞ്ഞത്?
ഇത്രാമത്തെ ആയത്ത് ഇന്നത്തെ സൂക്തം ആ എണ്ണാണ് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് മുജ്തഹിദീങ്ങൾ ഇങ്ങനെ ഇറങ്ങുക. ഇതാണ് ആധുനിക കുട്ടി മുജ്തഹിദുകൾ. അപ്പൊ ആ മഹത്തുക്കളായ ആളുകൾ ശാലിയാത്തി, അഹമ്മദ് കോയ ശാലിയാത്തി, കുതുബി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലത്തെ മഹത്തുക്കളായ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കുട്ടി മുജ്തഹിദുകളെ എങ്ങനെയായിരിക്കും കാണുക? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞമ്മക്കൊന്നും പ്രശ്നമില്ല. 979 നദ്വത്തുൽ മുജാഹിദീൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു കത്തെഴുതി. എന്താ കത്തിന്റെ ഉള്ളടക്കം? ഞങ്ങളൊരു മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഐക്യവേദിയിലേക്ക് നിങ്ങൾ ഒരു പ്രതിനിധിയെ അയച്ചു തരണം. ഒരു പ്രതിനിധിയെ നിങ്ങൾ അയച്ചു തരണം. ഇതായിരുന്നു നദ്വത്തുൽ മുജാഹിദീന്റെ ആ കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ആ കത്ത് കിട്ടിയപ്പോ എന്തായി? മഹത്തുക്കളായ പണ്ഡിതന്മാര് അവരെ മുഷാവറ കൂടി അവരെ തീരുമാനം അറിയിച്ചു. എന്താ തീരുമാനം? ഞങ്ങളെ മുശ്രിക്കും കാഫറൊക്കെ ആക്കുന്നുണ്ട്. മുസ്ലിം ഐക്യവേദിയിലേക്കല്ലേ ഞങ്ങളുടെ പ്രതിനിധി ഞങ്ങളെ അയക്കണം എന്ന് പറയണത്? ഞങ്ങൾ മുസ്ലിമീങ്ങളാ, നിങ്ങൾ വിശ്വസിക്കണില്ലല്ലോ. ഞങ്ങൾ മുശ്രിക്കും കാഫറും അല്ലേ നിങ്ങളെ വിശ്വാസപ്രകാരം? അപ്പൊ എന്ന് ഞങ്ങൾ മുസ്ലിമാണെന്ന് നിങ്ങൾ പറയുന്നുവോ അന്ന് ഞങ്ങളുടെ പ്രതിനിധിയെ ആ ഐക്യവേദിയിലേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കാം. ഇതായിരുന്നു 979 സമസ്ത മുഷാവർ അങ്ങെടുത്ത തീരുമാനം. അവർക്ക് നൽകിയ മറുപടി. ഇന്നിപ്പോ നമ്മളെവിടെ എത്തി? അതാണ് ഞമ്മക്കൊന്നും പ്രശ്നമല്ല, അവിടെയാണ് കുഴപ്പം. നമുക്ക് ഭൗതിക കാര്യലാഭങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ പാത അതാണ് നമ്മൾ അനുഗമിക്കേണ്ടത്. അല്ലാതെ അവരെ തീരുമാനങ്ങളെ നമ്മൾ മറന്ന് ആ പണ്ഡിതന്മാരൊക്കെ നമ്മൾ കൊച്ചാക്കി അവരെ പത്തുവൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് ഇപ്പൊ നമ്മൾ പുതിയ അഭിപ്രായത്തിൽ എത്തിക്കാം. അപ്പൊ നമ്മൾ വഹാബികൾക്ക്, മൗദൂദികൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വളം വെക്കുകയാണ്. അവരെങ്ങനെ വളർന്നു വരിക. ഇങ്ങോട്ട് നമ്മളിങ്ങനെ പ്രതിരോധിക്കും ചെയ്യാം. ആദ്യം ആ വളം നമ്മൾ നീക്കണം. നമ്മൾ വളടാൻ പാടില്ല. വളട്ടുകാട് പിന്നെ പ്രതിരോധിച്ച് വലിയ കാര്യമുണ്ടോ? അത് ആദ്യം ഒഴിവാക്കണം. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് മഹത്തുക്കളായ ആളുകളുടെ ആ തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരാൾ അതിൽ പെട്ടുപോയാൽ നമുക്കറിയാം അതൊരു രോഗമാണ്. ആ രോഗം സുഖപ്പെടാൻ പ്രയാസമാണ്. അതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഖപ്പെടാൻ വളരെ പ്രയാസമാണ്. കാരണം എന്താ? അവർക്ക് തോന്നുന്നത് ഇതന്നെയാണ് നല്ലത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. അവന്റെ ചീത്ത പ്രവർത്തനം അല്ലെങ്കിൽ ആ വിശ്വാസം അത് അലങ്കൃതമാണ്, ഭംഗിയാണ് എന്ന് അവർക്ക് തോന്നുന്നു. അവർക്ക് ഭംഗിയാക്കപ്പെടുന്നു. അങ്ങനത്തെ ഒരുത്തൻ അതാ ഫറആഹു ഹസന. അവരുടെ ആ ചീത്ത പ്രവർത്തനത്തെ, അവർക്ക് ഭംഗിയാക്കപ്പെടുന്ന ആ പ്രവർത്തനത്തെ അവർ നല്ലതായി കാണുന്നു. ഞങ്ങളെ പ്രവർത്തനമാണ് നല്ലത്, ഇത് കുഴപ്പമില്ല. കാരണം എന്താ? പിശാച്ചാണ് തിരികേറ്റുന്നത്. അതേവർ നന്നായി കാണാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൽ നിന്ന് അവരെന്ത് കേട്ടാലും പിന്തിരിയില്ല. അത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട്. അത് പെട്ടാളെ കുഴപ്പമാണ്. പിന്നെ ഹിദായത്ത് കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ പറയണ്ടാന്നാ അല്ല. മഹാന്മാരായ അമ്പിയാക്കന്മാര് മുഅ്ജിസത്ത് കാണിച്ചു, ഔലിയാക്കന്മാര് കറാമത്ത് കാണിച്ചു പ്രബോധന വീതിയിൽ. എന്നാ റസൂലുള്ളാഹിനെ മുഅ്ജിസത്ത് കണ്ടിട്ട് ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ. ആ വെല്ലുവിളി ഇന്നേ വരെ ഏറ്റെടുക്കാൻ ആരും വന്നിട്ടില്ല. ആരെങ്കിലും ഒരാളൊരു വെല്ലുവിളി ഏറ്റെടുത്ത ഇസ്ലാം ഇവിടെ തകർന്നുപോയി. പിന്നെ മുസ്ലിമീങ്ങളെ ഭീകരവാദികളും തീവ്രവാദികളും ആക്കേണ്ട ആവശ്യമില്ല. ആ വെല്ലുവിളി ഏറ്റെടുത്താൽ മതി.
ആ മൂഴത്ത് കാട്ടിയിട്ട് അബൂജഹലും മുത്തബത്തും ഷൈബത്തൊക്കെ വിശ്വസിച്ചോ? കാരണം എന്താ? അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടില്ല. പിന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞത് എന്താണ്? ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. തങ്ങൾ ഉത്ബോധിപ്പിക്കുക, തങ്ങളൊരു ഉത്ബോധകൻ മാത്രമാണ്. ഹിദായത്ത് അള്ളാന്റെ അടുത്താണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാന്റെ പടിയാണ്. അപ്പൊ നമ്മൾ പറയാ, അത്രേ നമുക്ക് ഉള്ളൂ, ഹിദായത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഈ പഴമള്ളൂർ ഏരിയയിൽ അങ്ങനെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കരുതിയിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുവന്ദനായ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അൽഹാജ് യൂസുഫ് മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന്റെ ഔപചാരികോദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മക്കരപ്പറമ്പ് മഹല്ല് ഖാദി അബ്ദുൽ അസീസ് ഫൈലി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ മഹത്തായ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ യോഗത്തിൽ ഖിറാഅത്ത് അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ഇസ്ഹാഖ് ഫൈലി അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംരംഭത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അലവി സഖാഫി കൊളത്തൂർ അവറുകളാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ യോഗത്തിൽ സംഗമിച്ച പണ്ഡിതന്മാര്, ഉപ്പമാര്, ഉമ്മമാര്, ജ്യേഷ്ഠാനുജന്മാര്, പെങ്ങന്മാര് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനവർകളെ ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മുടെ യോഗത്തിൽ ഖിറാഅത്ത് അവതരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ഇസ്ഹാഖ് ഫൈലി അവർകളെ അധ്യക്ഷന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما صدق الله العلي العظيم. അസ്സലാമു അലൈക്കും. ഇനി നമ്മുടെ മുമ്പാകെ സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മക്കരപ്പറമ്പ് ഖാസി അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.
قال رسول الله صلى الله عليه وسلم لا يقبل الله لصاحب بدعة صوما ولا صلاة ولا صدقة ولا حجا ولا عمرة ولا جهادا ولا صرفا ولا عدلا يخرج من الإسلام كما تخرج الشعرة من العجين رواه ابن ماجه شفيعنا رسول الله. വേദിയിൽ സന്നിഹിതരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, കാരണവന്മാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരുണക്കടലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ ശ്രേഷ്ഠമായ സഫർ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു ആഖിബത്ത് നന്നായി മരണപ്പെടാനും സ്വർഗലോകത്ത് സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പഴമള്ളൂർ സിറ്റിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വിശദീകരിച്ച് നടത്തുന്ന ഒരു സുന്നി ആശയ വിശദീകരണ പ്രഭാഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മഹലിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധാരണ മൂലം അവർ മനസ്സിലാക്കിയ വഹാബിസത്തിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുവാനും നാളിതുവരെയായി നമ്മുടെ സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന പാത എന്താണെന്ന് ഒന്നുകൂടെ അറിയിച്ചു കൊടുക്കുവാനുമാണ് ഇത്തരം ഒരു പരിപാടി മഹല്ല് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചത്. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എന്നാലും എൻ്റെ സാധാരണക്കാരൻ എന്താണ് ബിദ്അത്ത്, ബിദ്അത്തിന്റെ കക്ഷികളെ മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങൾ എന്താണ്? ഇവിടെ ഒരാൾ വന്ന് കുറെ കിതാബ് ഓതി, ഇബാറത്തുകൾ വായിച്ച്, ഖുർആൻ ഓതി പ്രസംഗിക്കും. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അതിലെ അപാകതകളും ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മറുപടിയായി വേറെ ഒരാൾ വന്ന് കുറെ കിതാബ് ഓതി പ്രസംഗിച്ചു. അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പണ്ഡിതന്മാർക്കേ സാധ്യമാവുകയുള്ളൂ. ഇതിനിടയിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുന്ന എൻ്റെ സാധാരണക്കാരായ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ സമയം ഞാൻ ചെലവഴിക്കുന്നത്. ബിദ്അത്ത് എന്താണ്? എന്നു മുതലാണ് ബിദ്അത്ത് ആരംഭിച്ചത്? എന്താണ് ബിദ്അത്തിന്റെ പ്രത്യക്ഷമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന അടയാളങ്ങൾ? ഇങ്ങനെ ഒന്ന് രണ്ട് അതോടുകൂടെ തന്നെ വഹാബിസത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്നത്. വഹാബിസത്തിന്റെ ആഗമന കാലത്ത് ജീവിച്ചിരുന്ന അന്നത്തെ കാലത്തെ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും പണ്ഡിതന്മാരും വഹാബിസത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഈ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടലോടുകൂടെ തന്നെ വഹാബിസത്തിന്റെ തനിനിറം മനസ്സിലാക്കുവാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മൾ നിലകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനമാണ് സത്യമെന്ന് മനസ്സിലാക്കുവാനും എൻ്റെ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാൻ, അത് പിന്തുടരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചു. കേവലം 23 വർഷക്കാലം കൊണ്ടാണത് പൂർത്തിയാക്കിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ബിദ്അത്തിന്റെ ലക്ഷണങ്ങളോ ബിദ്അത്തിന്റെ ലാഞ്ചനകളോ ഉണ്ടായിരുന്നില്ല. എന്നാലും വരാനിരിക്കുന്ന ബിദ്അത്തിന്റെ ചത്ത ചില വിത്തുകൾ അന്ന് ജീവിച്ചിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്തും അത് ഓഹരി വെച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ദുൽ ഖുവൈസുറത്ത് അത്തമീമി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇഅ്ദിൽ യാ മുഹമ്മദ്, നബിയെ മുഹമ്മദേ, നീ നീതി പാലിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിച്ച് അദബില്ലാത്ത വർത്താനം പറഞ്ഞ് നീതി പാലിക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ ചുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ദേശത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ
അള്ളാഹുവും അവന്റെ റസൂലും നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നീതി പാലിക്കാനുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അപ്പുറത്തിരിപ്പുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ദഅനി അളിരിബു ഉനുഖഹു യാ റസൂലല്ലാഹ്. അള്ളാഹിന്റെ റസൂലെ, അവൻ എനിക്ക് വിട്ടു തന്നാലും ഞാൻ അവന്റെ പെരടി വെട്ടട്ടെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വേണ്ട ഉമർ, നാം അവനെ കൊന്നാൽ ജനങ്ങൾ പറയും മുഹമ്മദ് സ്വന്തം അസ്ഹാബിനെ കൊല്ലാൻ തുടങ്ങിയിരിക്കുമെന്ന് പറയും. ഇവന്റെ ബേക്കിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവർ നല്ല നിലക്ക് ഖുർആൻ ഓതും, നല്ല വലിയ താടി വെക്കും, തലപ്പാവുകളൊക്കെ ധരിക്കും. പക്ഷേ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് ദീനോ ഇസ്ലാമോ ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവില്ല. മറ്റൊരു റിപ്പോർട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവന്റെ കീഴിൽ വരുന്ന ആ ജനസമൂഹം അവസാനം ദജ്ജാലിനോട് കൂടെ ചേരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തി. അന്നും വിദ്അത്തിന്റെ ലാഞ്ചനകളില്ല. പക്ഷെ അങ്ങിങ്ങായി ചില സംശയങ്ങളൊക്കെ ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിടത്തിരിക്കുമ്പോൾ ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചാലും ഒരാൾ വ്യഭിചരിക്കുന്നു. ഈ വ്യഭിചരിക്കാനുള്ള കഴിവ് കൊടുത്തത് അല്ലാഹുവല്ലേ? എന്നിട്ട് ആ വ്യഭിചാരത്തിന്റെ മേലിൽ എന്തിനാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? അള്ളാഹു തന്നെയാണ് കഴിവ് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും ചെയ്യും. എന്തടോ നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ അരികിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഷ്ടി ചുരുട്ടി നിന്റെ മുഖത്തേക്ക് ഞാൻ ഒരു ഇടി വെച്ചു തരുമായിരുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം വന്നു. തത്തുല്യമായ ഒരു സംഭവം നമ്മുടെ മഹാരഥന്മാരായ ഉലമാക്കന്മാർ അഖീദയുടെ കിതാബുകളിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വളരെയേറെ വിസ്തൃതി പ്രാപിച്ചിരുന്നു. പേർഷ്യ, റോമ സാമ്രാജ്യക്കാരെ വരച്ച വരയിൽ നിർത്താൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചിരുന്നു. ഇസ്ലാം വിസ്തൃതി പ്രാപിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ഈ വളർച്ചയിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം ആളുകൾ, ജൂതന്മാരായ ആളുകൾ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി അബ്ദുല്ലാഹിബ്നു സബഇ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു ജൂതനും അവന്റെ കൂട്ടാളികളും ഒരുങ്ങി തയ്യാറായി. അവര് ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ ചുറ്റിയടിച്ചു. അവസാനം മക്കയിലും മദീനയിലുമൊക്കെ വന്നു. അന്ന് പുതുമുസ്ലിമീങ്ങളായ ആളുകളാണ് വളരെയേറെ ആളുകൾ. നിറയെ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യക്തിപ്രഭാവവും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവവും അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസും കൂടെ പറഞ്ഞ് ജനങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു ഹീറോയാക്കി വെക്കാൻ തുടങ്ങി. അതോടുകൂടെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗവർണർമാരായ ചില ആളുകളുടെ ദുശ്ചെയ്തികൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ താറടിക്കാനും അമീറുൽ മുഅ്മിനീനെ കുറ്റം പറയാനുമുള്ള ഒരു അവസ്ഥ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. അവസാനം ഇബ്നു സൗദാഇ എന്ന ചരിത്രം വിളിക്കുന്ന അബ്ദുല്ലാഹിബ്നു സബഇന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകത്തിലായിരുന്നു അത് അവസാനിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊല ചെയ്യപ്പെട്ടതോടുകൂടെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം പുരണ്ട ജുബ്ബ എടുത്തു പിടിച്ച് സ്വഹാബികളിൽപ്പെട്ട പലരും തന്നെ ഇതിന് പകരം ചോദിക്കണ്ടേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിൽ ആകൃഷ്ടരായി ഒരു വിഭാഗം ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടു കൂടി ഒരു ആളുകൾ ഈ രക്തത്തിന് പകരം ചോദിക്കാൻ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്ന മുസ്ലിമീങ്ങളോട് പക വീട്ടുവാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി. മുആവിയ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ, ഞാൻ മറച്ചു വെക്കുന്നില്ല പേര്. അതോടുകൂടെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്തു. ആഭ്യന്തര കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകന്മാരായ ആളുകളെ പിടിക്കുകയല്ല. ഇവിടെ വേണ്ടത് ആദ്യം ആഭ്യന്തര വിഷയങ്ങൾ ക്ലിയർ ആക്കുക. ശത്രുക്കൾ ചുറ്റുഭാഗത്തുനിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരേത് സമയത്തും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതയിൽ നിന്ന് ഭരണം സുരക്ഷിതമാക്കിയതിന് ശേഷം മതി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകന്മാരെ പിടിക്കുക എന്ന തീരുമാനത്തിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വന്നത്. ഇത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കി.
ഞാൻ ചുരുക്കി പറയട്ടെ, ചരിത്രത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. അവസാനം ഷാമുകാരും ഇറാഖുകാരും എന്ന രണ്ട് വിഭാഗമായിക്കൊണ്ട് അന്നുള്ള മുസ്ലിമീങ്ങൾ ഭിന്നിക്കുകയാണ്. ഷാമുകാരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കണമെന്ന് പറയുന്ന ആളുകൾ. ഇറാഖുകാരായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പമുള്ള ആളുകൾ. അങ്ങനെ അവർ കൂഫക്കടുത്തുള്ള കൂഫയിൽ നിന്ന് സുഫീൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോയി സുഫീൻ യുദ്ധം നടക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബത്ത് ഒരു ഭാഗത്ത്, അവരോട് കൂടെ ഇറാഖികളായ ജനതയാണ്. പേർഷ്യ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുമുസ്ലിമീങ്ങളാണ് ഇറാഖികളായ ആളുകൾ അധികവും. അവർക്കിടയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ പ്രവർത്തനങ്ങൾ മെല്ലെ മെല്ലെ കടന്നു ചെന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും ഷാമുകാരായ ആളുകളും പരസ്യമായി കൊണ്ട് യുദ്ധം നടക്കുകയാണ് സുഫീനിൽ വെച്ചുകൊണ്ട്. ആ യുദ്ധത്തിൽ 70,000 മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു. 1-2 അല്ല, 70,000 മുസ്ലിമീങ്ങൾ. 45,000 ആളുകൾ ഷാമുകാരുടെ ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടു. ഇറാഖികളായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഗത്തുനിന്ന് 25,000 ആളുകളും മരണപ്പെട്ടു. തങ്ങളിനി പരാജയപ്പെടുമെന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഷാമുകാരുടെ നേതാവായിരുന്ന വലിയ തന്ത്രജ്ഞനായിരുന്ന ഒരാൾ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ എന്റെ സഹോദരന്മാർ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകും. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇനി നമ്മൾ പരാജയപ്പെടുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ വിശുദ്ധ ഖുർആൻ ഒരു കുന്തത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മതി, നമ്മൾ യുദ്ധം അവസാനിപ്പിക്കാം. ഇനി നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനാണ്. ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ അക്രമം തുടങ്ങിയാൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി കുഫാറുകളോട് യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ലാതെ വരും. യുദ്ധം അവസാനിപ്പിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒപ്പമുള്ള 10,000 ആളുകളുണ്ട്, സൈന്യങ്ങളുണ്ട്. അവരൊന്നടക്കം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, വേണ്ട, അത് ചതിയാണ്, നമ്മൾ യുദ്ധം ആരംഭിക്കുക തന്നെ. അവസാനം ഖലീഫക്ക് സൈന്യത്തിന്റെ വാക്ക് സ്വീകരിക്കേണ്ടി വന്നു. ഈ സൈന്യത്തിന്റെ വാക്ക് സ്വീകരിക്കേണ്ടി വന്ന് യുദ്ധം നിർത്തിവെച്ചു. ഇവർക്കിടയിൽ വിധികർത്താക്കന്മാരായി ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് തങ്ങളുടെ തന്ത്രം വിജയിച്ചതിലുള്ള അത്യാഹ്ലാദം കൊണ്ട് ഷാമുകാരായ ആളുകൾ ഡെമസ്കസിലേക്ക് പാട്ടും പാടി സന്തോഷിച്ച് തുള്ളിച്ചാടിയാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അൽ ബിദായത്തു വൻ നിഹായയിൽ രേഖപ്പെടുത്തി വെക്കുന്നു, വളരെ വിഷമിച്ചുകൊണ്ട് കൂഫയിലെ തന്റെ പ്രിയപ്പെട്ട ഭരണത്തിന്റെ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു ദിക്ർ ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കടന്നു കയറി ചെല്ലുന്നത്. കൂഫയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹുവും സംഘവും ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇടക്ക് വെച്ച് കൂഫയുടെ അടുത്തുള്ള ഹറൂറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന 12,000 ആളുകൾ അവിടെ തമ്പടിച്ചു. അവര് പറഞ്ഞു, അലി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അലി മുശ്രിക്കായിരിക്കുന്നു, മഅാദല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ച ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുകൊണ്ട് ശിർക്കാരോപണം വരുത്തുകയാണ്. ആത്യന്തികമായി ലോകത്ത് വന്ന ഏതെല്ലാം ബിദ്അ പ്രസ്ഥാനങ്ങളുണ്ടോ അവരുടെയൊക്കെ ഒന്നാമത്തെ അടയാളം ശിർക്കാരോപണങ്ങൾ നടത്തുക എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ 12,000 ആളുകളാണ് ശിർക്കാരോപണം നടത്തുന്നത്. ഹറൂറ എന്ന് പറയുന്ന ഈ ഭാഗത്ത് അവർ ഒരുമിച്ചുകൂടി. ഹറൂരിയാക്കളെന്നും ഖവാരിജിയാക്കളെന്നും ഇവരെ കുറിച്ച് പറയപ്പെടും ചരിത്രത്തിൽ. അലി റളിയല്ലാഹു ഈ സംഭവത്തോടു കൂടിയാണ് ബിദ്അത്തിന് ഒരു സംഘടിത രൂപം വരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ചതിയിൽപ്പെട്ടല്ലോ എന്ന് ആഗ്രഹിച്ചു. അവർക്കിടയിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിക്കുമ്പോൾ നല്ല യുദ്ധതന്ത്രജ്ഞനായ, ചതികൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ പറഞ്ഞയക്കാൻ പോലും സൈന്യങ്ങളുടെ ഇടപെടൽ കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സാധിച്ചില്ല. ഇങ്ങനെ ഒരു ഘട്ടമെത്തി. അലി റളിയല്ലാഹു തആല അൻഹു വളരെ വിഷമിച്ച് ഒരു ദിവസം ളുഹർ നിസ്കരിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വരുന്നു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അല്പമൊന്ന് ളുഹർ നിസ്കരിച്ചാലും ഞാൻ ആ ഹറൂറിയാക്കളിലേക്ക് ചെല്ലട്ടെ, അവരുമായി ഞാൻ ചെന്നുകൊണ്ട് ഞാൻ സംവാദം നടത്തട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംവാദം നടത്താൻ വേണ്ടിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞേക്കുകയാണ്. ആരോട്? അലി റളിയല്ലാഹു തആല അൻഹു കാഫിറാണെന്ന് പറയുന്ന ജനവിഭാഗങ്ങളോട്.
മുശ്രിക്കായി പോയി എന്ന് പറയുന്ന ജനവിഭാഗങ്ങളോട് എന്തേ അവർ മുശ്രിക്കായി എന്ന് പറയാൻ കാരണം ഖുർആന് പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഖുർആനെ കൊണ്ട് പൊക്കിപ്പിടിച്ചു പറഞ്ഞപ്പോ മധ്യസ്ഥന്മാരുടെ ഇടക്ക് മധ്യസ്ഥന്മാരെ നിർത്തിക്കൊണ്ട് യുദ്ധം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു വാക്കുണ്ട്, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കല്ലാതെ വിധിക്കധികാരമില്ല. ഇത് മനുഷ്യന്മാരെ കുറിച്ചുള്ള വർത്തമാനമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ 12,000 ആളുകൾ ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യമനി വസ്ത്രം ധരിച്ച് നല്ല സുമുഖനായി ഗാംഭീര്യത്തോടുകൂടി പോവുകയാണ് അവരുമായി സംസാരിക്കാൻ. അവരുടെ തമ്പിലേക്ക് കയറി ചെല്ലുന്ന കഥ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയട്ടെ. ഞാൻ അവരുടെ തമ്പിലേക്ക് കയറി ചെന്നു. അവരെല്ലാവരും നിസ്കാരത്തിലാണ്. രാത്രി മുഴുവൻ വല്ലാത്ത ഇബാദത്താണവര്. എല്ലാവരും സുജൂദിലാണ്. സുജൂദിൽ കിടന്ന അവരുടെ നെറ്റിത്തടത്തിൽ വ്രണങ്ങൾ വന്നിരിക്കുന്നു. അവര് വല്ലാതെ കാൽമുട്ടുകൾ കുത്തി സുജൂദ് ചെയ്ത കാരണം അവരുടെ കൈയിന്റെ പള്ളകളും കാൽമുട്ടുകളും ഒട്ടകത്തിന്റെ കാൽമുട്ടുകൾ പോലെ പരുപരുത്തു പോയിരിക്കുന്നു. എല്ലാവരും രാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഈ സമയത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെല്ലുന്നത്. 12,000 വരുന്ന ആ ജനസമൂഹം ഒരു അമീറിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇബ്നുൽ കവ്വ എന്ന് പറയുന്ന അമീറിനെ. സ്വന്തം ഒരു ഖലീഫയെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് വന്നു സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഹറൂറിയാക്കളിൽ നിന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇവർ ഖുറൈശികളാണ്, സംസാരിക്കേണ്ട. ഖുർആൻ ഖുറൈശികളെ കുറിച്ച് പറഞ്ഞത് ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ തർക്കിക്കുന്ന ജനവിഭാഗം എന്നാണ്, അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു. ഇബ്നുൽ കവ്വ പറഞ്ഞു, ഞാൻ സംസാരിക്കും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെളിപ്പെട്ടാൽ, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന എന്റെ വാദം തെറ്റാണെന്ന് വെളിപ്പെട്ടാൽ 3 വാദങ്ങൾ അവർ ഉയർത്തി. ഒന്ന്, മുമ്പ് കഴിഞ്ഞ ജമൽ യുദ്ധത്തിൽ ഉണ്ടായ തടവ് പുള്ളികളെ പിടിക്കുകയും അവരെ ഓരിവെക്കാത്തതിന്റെ പേരിലായിരുന്നു. മറ്റൊന്ന്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അല്ലാത്തവരെ മധ്യസ്ഥന്മാരായി സ്വീകരിച്ചതിന്റെ പേരിലായിരുന്നു. മറ്റൊന്ന്, അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുന്ന സമയത്ത്, ഉടമ്പടി എഴുതുന്ന സമയത്ത് അമീറുൽ മുഅ്മിനീൻ എന്നുള്ളത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദ്യം ചെയ്തപ്പോ അത് മായ്ച്ചതിന്റെ പേരിലായിരുന്നു. ഈ 3 വിഷയങ്ങൾക്കും തൃപ്തികരമായ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ തെറ്റിൽ നിന്ന് മടങ്ങുമെന്ന് പറഞ്ഞ് ഇബ്നുൽ കവ്വ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി കൊണ്ട് സംസാരിക്കാൻ തയ്യാറായി. ഇബ്നുൽ കവ്വയുമായി സംസാരിച്ചു 3 ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അല്ലയോ ഇബ്നുൽ കവ്വ, ഖുർആൻ പറഞ്ഞില്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ ഒരു മധ്യസ്ഥന്മാരെ വെച്ചുകൊണ്ട് തീരുമാനിക്കണമെന്ന്? ആയതുകൊണ്ട് മധ്യസ്ഥന്മാരെ വെക്കുന്നത് തെറ്റാണോ? ഇബ്നുൽ കവ്വ പിന്മാറി. ഒപ്പം 6000 വരുന്ന ആളുകളും അക്കൂട്ടത്തിൽ പിന്മാറി. ബാക്കി 6000 ആളുകളുണ്ട്. ആ 6000 ആളുകൾ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് വീണ്ടും അവരിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും അവരിൽ നിന്ന് 2000 ആളുകളല്ലാതെ ബാക്കി എല്ലാവരും എതിരായി മാറി നിന്നു. 2000 ആളുകൾ അവിടെ അവശേഷിച്ചു. അവർ കടുത്ത തീവ്രവാദികളായിരുന്നു. തന്നെയുമല്ല, ഹറൂറ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അവർ തമ്പടിച്ച് അവർ ചെയ്തിരുന്ന പ്രവർത്തനം അത്യന്തം ഹീനമായിരുന്നു. ആ ഭാഗത്തു കൂടെ നടന്നു പോകുന്ന മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊള്ളയടിക്കുക. അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി. മുസ്ലിമീങ്ങളെ കൊല്ലാൻ തുടങ്ങി. വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ കൊള്ളയടിക്കാൻ തുടങ്ങി. ഹറാമുകളെ അവർ ഹലാലാക്കാൻ തുടങ്ങി. وكان من جملة من قتله عبد الله بن خباب صاحب رسول الله. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തില്ലേ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവും പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൂടി കൂഫയിൽ നിന്ന് ഹറൂറ പ്രദേശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നുൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു. അദ്ദേഹം തന്റെ കഴുത്തിൽ മുസ്ഹഫ് തൂക്കിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ പിടിക്കുന്നത്? നിന്റെ കഴുത്തിലുള്ള മുസ്ഹഫ് പറയുന്നു നിന്നെ കൊല്ലാൻ, റസൂലുള്ളാഹിന്റെ സ്വഹാബിയെ കൊല്ലാൻ നിന്റെ കഴുത്തിലുള്ള മുസ്ഹഫ് പറയുന്നു. എന്ത് പറയുന്നു നീ അബൂബക്കറിനെ കുറിച്ച്? എന്ത് പറയുന്നു നീ ഉമറിനെ കുറിച്ച്? അവരെല്ലാം സാലിഹീങ്ങളാണ്. എന്ത് പറയുന്നു ഉസ്മാനെ കുറിച്ച്? സാലിഹീങ്ങളാണ്. എന്തു പറയുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കുറിച്ച്? അദ്ദേഹം നിങ്ങളെക്കാൾ ഖുർആൻ അറിയുന്ന ആളാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി വര്യന്റെ കഴുത്ത് പിടിച്ചുകൊണ്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി 2 കൈയും 2 കാലും പിറകിലേക്ക് കെട്ടിക്കൊണ്ട് അറക്കുകയാണ്. എന്തിന്റെ പേരിൽ?
മുശ്രിക്കാണല്ലോ, മുശ്രിക്കീങ്ങളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞല്ലോ ഖുർആൻ, അതിന്റെ പേരിൽ ഇറക്കുകയാണ്. അദ്ദേഹത്തെ അറുത്തു. യൂഫ്രട്ടീസിന്റെ നദിയിലെ രക്തം അദ്ദേഹത്തിന്റെ രക്തം കൊണ്ട് ചുവന്നു തൊടുത്തുപോയി. അവസാനം തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചു. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചപ്പോ ഫഖാലത് ഇന്നിംറഅത്തുൻ ഹുബ്ലാ, ഞാൻ ഗർഭിണിയാൻ, അലാ തത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ, പടച്ചവനെ പേടിക്കുന്നില്ലേ നിങ്ങൾ? ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നത് ഫദബഹുഹ, അവർ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഖബ്ബാബ് ഇബ്നു ലറത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ അറുത്തു. വബഖറു ബത്നഹ, വയറവർ കീറി, അൻ വലദിഹ, കുട്ടിയെ തൊട്ടുകൊണ്ട്. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായപ്പോ സഹാബത്തൊന്നാകെ പ്രശ്നമായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. അവരെ തടുക്കണം, തടുത്തില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്, ആയതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് ചർച്ചകൾ വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, അവർ നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാരാണ്, നമ്മൾ അവർ മുശ്രിക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ അവരെ മുശ്രിക്കാക്കണ്ട. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ഇവരുടെ ശല്യം സഹിക്കവയ്യാതെയായപ്പോ അബ്ദുല്ലാഹ് ഇബ്നുൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ക്രൂരമായി താർത്താരികളെപ്പോലും ലജ്ജിക്കുന്ന നിലക്ക് കൊലപാതകം നടത്തിയപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സൈന്യത്തിന് വിവരം കൊടുത്തു, ഒരുങ്ങാൻ വേണ്ടിക്കൊണ്ട് വിവരം കൊടുത്തു. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു, ഓർമ്മയില്ലേ ആ പേര്? മദീനയുടെ മാറത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ ആ സ്വഹാബി വര്യന്റെ വീട്ടിലാണ് അന്തിയുറങ്ങിയത്. അവിടെയാണ് ഒട്ടകം മുട്ടുകുത്തിയത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അമറ അലിയുൻ അബാ അയ്യൂബുൽ അൻസാരി, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അയ്യർഫഅ റായത അമാനിൽ ലിൽ ഖവാരിജ്, നമ്മൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ് നമ്മളോട് ശണ്ട കൂടുന്ന മുസ്ലിമീങ്ങളെ കൊല്ലുന്നൊരു വിഭാഗമില്ലേ, ആ വിഭാഗത്തിന്റെ അരികിലേക്ക് നാം ഒരു റൂട്ട് മാർച്ച് നടത്താൻ പോവുകയാണ്. നീ അമാനിന്റെ രക്ഷയുടെ കൊടി പിടിക്കണം. കൊടി പിടിച്ചുകൊണ്ട് വയഖൂലു ലഹും മൻ ജാഅ ഇലാ ഹാദിഹി റായത്തി ഫഹുവ ആമിനുൻ, കൊടി നാട്ടിക്കൊണ്ട് നിങ്ങൾ 2000 ആളുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ കൊടിന്റെ കീഴിൽ വന്നു നിൽക്കുകയാണെങ്കിൽ ആര് വന്നു നിന്നാലും അവരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. വമൻ ഇൻസറഫ ഇലൽ കൂഫത്തി വൽ മദായിനി ഫഹുവ ആമിൻ, കൂഫയിലേക്കോ മദായിനിലേക്കോ ആരെങ്കിലും പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. വ ഇന്നഹു ലാ ഹാജത ലനാ ഫീകും, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇല്ലാ മൻ ഖതല ഇഖ്വാനനാ, ഞങ്ങളുടെ സഹോദരന്മാരും സ്വഹാബത്തിനെ നിങ്ങൾ കൂട്ടക്കൊല ചെയ്തില്ലേ? അബ്ദുല്ലാഹ് ഇബ്നുൽ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ നിങ്ങൾ ക്രൂരമായി കൊല ചെയ്തില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുക മാത്രമല്ല, വയറ് തുറന്ന് ഗർഭസ്ഥ ശിശുവിനെ കുത്തിപ്പിടിച്ചുകൊണ്ട്, ഗർഭസ്ഥ ശിശുവിന്റെ മുകളിൽ വാളുകൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ കൊല്ലല് ഹലാലാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അവരെ കൊന്ന ആളുകളെ വിട്ടുതരണം. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടെ പോയി. ഒപ്പം അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. 2000 ആളുകളിൽ നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ 1000 ആളുകൾ മാറിപ്പോയി. ചില ആളുകൾ കൊടിക്ക് കീഴിൽ വന്നു, ചിലർ മദായിനിലേക്കും ചിലർ കൂഫയിലേക്കും പോയി. അങ്ങനെ ഇരിക്കെ ചിലർ ഷാമിലേക്കും പോയി. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബാക്കിയുള്ള 1000 ആളുകൾ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായപ്പോൾ സഹാബത്ത് വാളെടുത്തു. 10,000 സഹാബത്തടക്കമുള്ള ആളുകൾ അമ്പെടുത്തു, കുന്തമെടുത്തു, യുദ്ധായുധങ്ങൾ ധരിച്ചു. ഒരുങ്ങി നിൽക്കെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, കുഫു അൻഹും ഹത്താ യബ്ദഊകും വഅഖ്ബലത്തിൽ ഖവാരിജ് യഖൂലു ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ തുടങ്ങേണ്ട യുദ്ധം അവർ യുദ്ധം ആരംഭിക്കുമെന്ന് ഹബീബിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം ആരംഭിക്കണ്ട എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഈ 1000 വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ശ്രമത്തിന്റെ അവസാന ഭാഗിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു നേരിട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഇന്ന അലിയൻ ബൈനമാ ഹുവ യഖ്തുബു യൗമൻ ഇദ് ഖാമ ഇലൈഹി റജുലുൻ മിനൽ ഖവാരിജ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇതിലൊന്നും ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഒരു വലിയ വിഷയത്തിലേക്കാണ്. നിങ്ങൾ അല്പം ക്ഷമിച്ചാലും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരിൽ നിന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കെ ഫഖാല, അക്കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, യാ അലി അശ്റക്ത ഫീ ദീനില്ലാഹി അർരിജാൽ. നഊദു ബില്ലാഹി, യാ അലി, അലിയെ അശ്റക്ത, നീ ശിർക്ക് വെച്ചിരിക്കുകയാണ്, നീ ഇവിടെ ശിർക്ക് കാണിച്ചിരിക്കുകയാണ്. അലാ ദീനില്ലാഹി, അല്ലാഹു ഫീ ദീനില്ലാഹി, അല്ലാഹുവിന്റെ ദീനിൽ അർരിജാല, ആണുങ്ങളെ മനുഷ്യന്മാരെ അല്ലാഹുവിന്റെ പകരം നീ ശിർക്ക് വെച്ചിരിക്കുകയാണ്.